പ്രൈസ് ദ ലോർഡ്. ജീവജലത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ സഹോദരങ്ങൾക്കും യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ സ്നേഹ അഭിവാദനങ്ങൾ. ഇന്ന് 2025 ഓഗസ്റ്റ് മാസം 24-ാം തീയതി ഞായറാഴ്ച. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ വലിയ കൃപയാൽ ഈ മാസത്തിൻ്റെ 4-ാമത്തെ വിശുദ്ധ ദിനത്തിലേക്ക് പ്രവേശിപ്പാൻ സർവശക്തനായ ദൈവം നമ്മെ ഇടയാക്കി. വ്യാപരിച്ച അനുഭവിച്ച സകല നന്മകൾക്കും നന്ദിയും സ്തോത്രവും അർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ വാഗ്ദത്ത വചനത്തിനായി ഒരുങ്ങാം. ഇന്ന് ജീവജലത്തിൽ കൂടി പ്രോമിസ് വേഴ്സായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാം അധ്യായം 2-ാം വാക്യം. സെയിന്റ് ജോൺ ചാപ്റ്റർ 3 വേഴ്സ് 2 നാം ഇപ്രകാരം വായിക്കുന്നു: അവൻ രാത്രിയിൽ അവന്റെ അടുക്കൽ വന്ന് അവനോട്, റബ്ബി, നീ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് ഉപദേഷ്ടാവായി വന്നിരിക്കുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. ദൈവം തന്നോടുകൂടെ ഇല്ലെങ്കിൽ നീ ചെയ്യുന്ന ഈ അടയാളങ്ങളെ ചെയ്യുവാൻ ആർക്കും കഴിയുകയില്ല എന്ന് പറഞ്ഞു. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 1 മുതൽ ഏകദേശം 20-21 വരെയുള്ള വാക്യങ്ങളിൽ വേദപുസ്തകത്തിന്റെ, പ്രത്യേകിച്ച് പുതിയ നിയമത്തിന്റെ യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നതിന്റെ വ്യക്തമായ ഉദ്ദേശം വെളിപ്പെടുത്തുന്ന ഭാഗമാണ്. ഡയമണ്ട് വേഴ്സ് എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്നതിന് ആരംഭിക്കുന്ന വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അതിമനോഹരമായ വാക്യവും ഈ ഭാഗത്താണ്. അതിന്റെ കാരണം നമുക്കറിയാം. യഹൂദന്മാരുടെ പ്രമാണിയായ നിക്കോദിമോസ്. 2-ാം വാക്യം നാം കേട്ടു, അവൻ രാത്രിയിൽ വന്ന് അവനോട്. യഹൂദന്മാരുടെ പ്രമാണിയായ നിക്കോദിമോസ് രാത്രിയിൽ യേശുവിന്റെ അടുക്കൽ വന്ന് ചില കാര്യങ്ങൾ പറയുകയാണ്. ഒന്ന്, റബ്ബി. ഓർക്കണം, യഹൂദന്മാരുടെ പ്രമാണി യേശുവിനെ റബ്ബി എന്ന് വിളിക്കുക. നീ ഗുരുവാണെന്ന് ഞാൻ അംഗീകരിക്കുന്നു. എന്നിട്ടോ, നീ ദൈവത്തിന്റെ അടുക്കൽ നിന്നും വന്നിരിക്കുന്ന ഉപദേഷ്ടാവാണ്. അപ്പോൾ പിതാവിന്റെ അടുക്കൽ നിന്നും വന്ന ഒരു വ്യക്തിയാണെന്നും അംഗീകരിക്കുന്നു. അങ്ങനെ ആ ഒരു പ്രത്യേക പദവി ഉള്ളതുകൊണ്ട് മാത്രമാണ് നീ ഈ ചെയ്യുന്ന അത്ഭുതങ്ങൾ, അടയാളങ്ങൾ ചെയ്യുവാൻ കഴിയുന്നത്. അപ്പോൾ യഹൂദന്മാരുടെ പ്രമാണിയായ നിക്കോദിമോസ് മറ്റാരും അറിയാതെ രഹസ്യത്തിൽ രാത്രിയിൽ യേശുവിന്റെ അടുക്കൽ വന്ന് യേശുവിനൊരു സർട്ടിഫിക്കറ്റ് കൊടുക്കുക. ഒറ്റ വിധത്തിൽ പറഞ്ഞാൽ, യേശു ആരാണ്, യേശു എവിടെ നിന്ന് വന്നു, യേശുവിന്റെ പ്രത്യേകതകൾ എന്താണ്, ഇതെല്ലാം അറിയാം. കാര്യങ്ങളെല്ലാം നിക്കോദിമോസിന് അറിയാം. ഇത് കേട്ടിട്ട് യേശു സന്തോഷത്തോടെ സ്വീകരിക്കുകയും വലിയ വാക്കുകൾ പറഞ്ഞ് അനുമോദിക്കുകയും തന്നെ ഒരാളെങ്കിലും യഹൂദന്മാരുടെ കൂട്ടത്തിൽ മനസ്സിലാക്കിയല്ലോ എന്ന് പറഞ്ഞ് അപ്രീഷിയേറ്റ് ചെയ്യുകയൊന്നുമല്ല യേശു ചെയ്തത്. യേശു മുഖത്തടിച്ചതുപോലെ പറയുകയാണ്, വീണ്ടും ജനിച്ചില്ല എങ്കിൽ ആർക്കും സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുവാൻ കഴിയുകയില്ല. ഓർക്കണം, യഹൂദന്മാരുടെ പ്രമാണിയോട് വളരെ വ്യക്തമായും ശക്തമായും യാതൊരു മുഖവരെയും കൂടാതെ യേശുവിനെ കുറിച്ച് എന്തൊക്കെയുള്ള തന്റെ അറിവുകൾ വെളിപ്പെടുത്തിയോ അതിന്റെ മറുപടിയായി മുഖത്ത് നോക്കി പറഞ്ഞു, നീ ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നീ സ്വർഗരാജ്യത്തിൽ പോകണമെങ്കിൽ വീണ്ടും ജനിക്കണം. നാം താഴോട്ട് 10-ാം വാക്യം വരുമ്പോൾ അവർ തമ്മിലുള്ള കോൺവെർസേഷൻ ഒക്കെ കഴിഞ്ഞിട്ട് യേശു ചോദിക്കുന്നുണ്ട്,
നീ ഇസ്രായേലിന്റെ ഉപദേഷ്ടാവായിരുന്നിട്ടും ഇതൊന്നും അറിയുന്നില്ലയോ നിക്കോദിമോസേ? 2025 ഓഗസ്റ്റ് മാസം 24-ാം തീയതി, 4-ാമത്തെ വിശുദ്ധ ദിനമായ ഞായറാഴ്ച അതിരാവിലെ ഇന്നത്തേക്കുള്ള വാഗ്ദത്ത വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവജനമേ, രാവിലെ ആരാധനയ്ക്ക് പോയി സത്യത്തിലും ആത്മാവിലും ആരാധിക്കുവാനും കർത്തൃമേശ കൈക്കൊള്ളുവാനും വളരെ ജിജ്ഞാസയോടെ ഒരുങ്ങുന്ന ദൈവമക്കളെ, നമ്മോട് ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവ് പറയുകയാണ്, വീണ്ടും ജനിച്ചില്ല എങ്കിൽ സ്വർഗരാജ്യത്തിൽ ആരും കടക്കുകയില്ല. ഇന്നത്തെ വാഗ്ദത്ത വചനം എത്രയോ നാളുകളായി നാം കേൾക്കുന്നതും അറിയുന്നതുമാണ്. നമ്മൾ നിക്കോദിമോസിനെ കുറ്റപ്പെടുത്തി ഒരു മൂലയ്ക്ക് ചാരി വെച്ചിരിക്കുകയാണ്. ആ നിക്കോദിമോസിന്റെ സ്ഥാനത്ത് എന്റെ പേര്, അതായത് അവരവരുടെ പേര് എഴുതി വെക്കണം. അങ്ങനെയെങ്കിൽ യേശു എന്നോട് പറയുകയാണ്, നിനക്ക് ഞാൻ റബ്ബിയാണ്, ഗുരുവാണ്, ഞാൻ സ്വർഗത്തിൽ നിന്ന് വന്നവനാണ്, ഈ അത്ഭുതങ്ങളെല്ലാം പ്രവർത്തിക്കുന്ന ദൈവപുത്രനാണ്, കാര്യങ്ങളൊക്കെ അറിയാം. കാരണം നീ പ്രമാണിയാണ്, യഹൂദന്മാരുടെ ഉന്നത സ്ഥാനീയനാണ്, ഒക്കെ ശരിയാ. പക്ഷേ നീ പറഞ്ഞതെല്ലാം ശരി, എല്ലാം ഞാൻ സമ്മതിച്ചു. പക്ഷേ നീ ഇതുവരെ വീണ്ടും ജനിച്ചിട്ടില്ല. ഞായറാഴ്ച അതിരാവിലെ ആരാധനയ്ക്ക് പോകാൻ തിരക്ക് കൂട്ടുന്ന ദൈവപൈതലേ, നിങ്ങൾ ഏതു വലിയ ഉന്നത കുലജാതരായിക്കൊള്ളട്ടെ, ഏത് പേരുകേട്ട സഭയുടെ അംഗമായിക്കൊള്ളട്ടെ, നിങ്ങൾ ട്രസ്റ്റിയോ സെക്രട്ടറിയോ ചേർച്ച് വാർഡനോ കൊയർ മാസ്റ്ററോ കോറിസ്റ്ററോ സൺഡേ സ്കൂൾ അധ്യാപകനോ, നിങ്ങൾ സഭയുടെ ഏത് ഉന്നത സ്ഥാനം വഹിക്കുന്ന ഏത് വ്യക്തിയുമായിക്കൊള്ളട്ടെ, യേശു മുഖത്തടിച്ച പോലെ പറയുന്നു, കാര്യങ്ങളെല്ലാം നിനക്കറിയാം, എല്ലാം നിന്റെ കയ്യിൽ കൂടെ പോകുന്നതും. നീ ഇല്ലാതെ നിന്റെ സഭയിലും നിന്റെ കൂട്ടത്തിലും ഒരു കാര്യവും നടക്കത്തില്ല, എല്ലാം ശരിയാ. പക്ഷേ നീ സ്വർഗരാജ്യത്തിൽ പോകണോ, വീണ്ടും ജനിക്കണം. ഞാൻ ആവർത്തിക്കട്ടെ, 10-ാം വാക്യം പറയുന്നു, ഈ ഇസ്രായേലിന്റെ പ്രമാണിയായിരുന്നിട്ടും നിക്കോദിമോസേ, നീ ഇത് അറിയുന്നില്ലയോ? നമ്മുടെ കുഴപ്പം ഇവിടെയാണ്. ആരെയോ കുറ്റപ്പെടുത്തി, ആരുടെയോ ഒക്കെ പുറത്ത് പഴിചാരി, സഭയുടെ ഉന്നത സ്ഥാനവും വഹിച്ച് വലിയ ആളാണെന്ന് കരുതി എല്ലാ ഞായറാഴ്ചയും ആരാധന പുസ്തകവും ബൈബിളും അലക്കിത്തേച്ച ഷർട്ടും വളരെ വൃത്തിയും വെടിപ്പോടും കൂടി കുർബാനയ്ക്ക് ഒന്നാമത് പോയി കൈക്കൊള്ളുന്നതല്ലാതെ സ്വർഗരാജ്യത്തിൽ പോവുകയില്ല എന്ന് യേശു വളരെ വ്യക്തമായി പറയുന്നു. അങ്ങനെയെങ്കിൽ ഈ വിശുദ്ധ ദിനം അതിരാവിലെ നമുക്ക് നമ്മെ ഒന്ന് കാണാൻ, പ്രിയമുള്ളവരെ. നിക്കോദിമോസിനെ യേശു കണ്ട കണ്ണിൽ കൂടെ നമുക്ക് നമ്മെ ഒന്ന് കാണാം. യേശു നിക്കോദിമോസിനോട് പറഞ്ഞത് മുഴുവനും എന്നോടാകുന്നു എന്നുള്ള വ്യക്തമായ തിരിച്ചറിവോടെ വചനത്തിലേക്ക് നമുക്കൊന്ന് മടങ്ങി വരാം. ഹല്ലേലൂയ. ഇന്ന് പകൽ ഒരു മാറ്റം അനിവാര്യമാണ്. പാരമ്പര്യവും പറഞ്ഞ് കീഴ്വഴക്കങ്ങളും പറഞ്ഞ് ഒത്തിരി ന്യായങ്ങളും ഉപന്യായങ്ങളും പറഞ്ഞ് ജീവിതം പോക്കിയത് മതി, അത് നിർത്ത്. നിക്കോദിമോസേ, നിനക്ക് കാര്യങ്ങൾ അറിയാം, പക്ഷേ നീ ഇതുവരെ ചെയ്തിട്ടില്ല. നമ്മുടെയും കുഴപ്പം എവിടെയാ? ആരെയൊക്കെയോ തൃപ്തിപ്പെടുത്തുവാൻ, ആരെയൊക്കെയോ പ്രീതിപ്പെടുത്തുവാൻ വചനം കോട്ടിമാട്ടിക്കളയുന്നു, വചനം അനുസരിക്കുന്നില്ല, കണ്ണടച്ചുകൊണ്ട് ഇരുട്ടാക്കുന്നു.
നിക്കോദിമോസേ, നിന്റെ ഈ പോക്ക് സ്വർഗരാജ്യത്തിൽ നീ എത്തുകയില്ല. ഈ ഒരു തിരിച്ചറിവ് ഈ വിശുദ്ധ ദിനം എനിക്ക് നിങ്ങൾക്കും ഉണ്ടായാൽ, ഞാൻ ആമുഖത്തിൽ ഓർപ്പിച്ചല്ലോ, യേശു ഈ ഭൂമിയിൽ വന്നത് എന്തിനാണെന്ന് വ്യക്തമാക്കുന്ന യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 1 മുതൽ 21 വരെ വാക്യങ്ങളിലെ പൂർണ്ണത നമ്മിൽ ദൈവം നിവർത്തിയാക്കും. അതിന് ഇന്നത്തെ വാഗ്ദത്ത വചനം നമുക്കൊരു വെല്ലുവിളിയായി ഏറ്റെടുക്കാം, ജീവിതത്തിൽ ഒരു പാഠമാക്കാം, ഒരു മടങ്ങിവരവിന് തയ്യാറാകാം. ജീവജലം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ദൈവമക്കളെ, സഹോദരങ്ങളെ, ജീവിതത്തിന്റെ പ്രതിസന്ധികളെയും വേദനകളെയും രോഗങ്ങളെയും പ്രിയപ്പെട്ടവരുടെ ദുഃഖങ്ങളെയും ഒക്കെ ചൊല്ലി മുറവിളിയിടുമ്പോൾ ഞാനും നിങ്ങളും എത്തിച്ചേരേണ്ട ഒരു സ്ഥലമുണ്ടെന്നും, എന്റെ ഇന്നത്തെ ഈ പോക്ക് സഭയിൽ നിന്നും സർട്ടിഫിക്കറ്റ് ഉണ്ട്, കുടുംബത്തിൽ നിന്നും സർട്ടിഫിക്കറ്റ് ഉണ്ട്, എനിക്കും സ്വയമായിട്ടൊരു തൃപ്തിയൊക്കെ ഉണ്ട്. പക്ഷേ എന്റെ യേശു എന്നെ കാണുമ്പോൾ ഈ പറയപ്പെട്ടതൊന്നുമല്ല കർത്താവ് പറയുന്നത്. മകനെ, മകളെ, വീണ്ടും ജനിക്കണം. കാര്യങ്ങളൊക്കെ അറിയാം, നീ ഉന്നത സ്ഥാനത്തുമാണ്, പക്ഷേ വേണ്ടത് നീ അറിയുന്നില്ല, വേണ്ടത് അറിഞ്ഞിട്ട് ചെയ്യുന്നുമില്ല. ആ കുറവ് ഇന്ന് നമുക്ക് നികത്താം. ദൈവസന്നിധിയിൽ വചനപ്രകാരം അടുത്തു വരാം. അങ്ങനെ വചനപ്രകാരമുള്ള വിടുതലും സൗഖ്യവും സമാധാനവും ആശ്വാസവും പ്രാപിച്ച് ദൈവകൃപയോടെ മുന്നേറുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നിക്കോദിമോസ് മാനസാന്തരപ്പെട്ടതായിട്ടോ വീണ്ടും ജന്മം പ്രാപിച്ചതായിട്ടോ താഴോട്ടുള്ള ഭാഗങ്ങളിൽ നാം കാണുന്നില്ല. നമ്മുടെ അവസ്ഥ ഇത് തന്നെയാണ്. എത്ര നാളുകൊണ്ട് കൺവെൻഷനിൽ പങ്കുചേരുന്നു, ഗായക സംഘത്തിൽ നിന്ന് പാടുന്നു, പ്രസംഗം ഫസ്റ്റ് ഹാൻഡായിട്ട് കേൾക്കുന്നു, എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ കാര്യം നമ്മുടെ ഉള്ളിൽ ക്രിയ നടന്നോ എന്ന് തമ്പുരാനും നമുക്കും മാത്രം അറിയാം. ഇന്ന് ഒരു മാറ്റമുണ്ടാവട്ടെ. ജീവിതത്തിൽ ഒരു പുത്തൻ പടിയിലേക്ക് പ്രവേശിപ്പാൻ കർത്താവ് സഹായിക്കട്ടെ. ജീവജലം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങളെ, നാം പുലർത്തി വരുന്ന സകലതും ദൈവഹിതമാണോ എന്ന് ഇന്നത്തെ വചനപ്രകാരം ശോധന ചെയ്യുക. പരിശുദ്ധാത്മാവ് പിഴവ് കാണിച്ചു തരുന്നുവെങ്കിൽ സ്വയം താഴ്ത്തിയേൽപ്പിച്ച് ഒരു പുനർവിചിന്തനത്തിന് തയ്യാറാവുക, ഒരു മാറ്റത്തിന് നന്ദി കുറിക്കുക. ദൈവകരങ്ങൾ ഏൽപ്പിക്കാം, പ്രാർത്ഥനയ്ക്കായി ഒരുങ്ങാം. ഞങ്ങളെ സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്ന ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ മാസത്തിന്റെ 4-ാമത്തെ വിശുദ്ധ ദിനത്തിനായി നന്ദിയോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നിക്കോദിമോസ് യേശുവിനെ കുറിച്ച് ഏറ്റവും ഉന്നതമായ സാക്ഷ്യം പറഞ്ഞു. സകലവും അറിവുള്ളവനുമാണ്. എന്നാൽ യേശു അവന്റെ കുറവ് വളരെ വ്യക്തമായി കാണുകയും മുഖത്ത് നോക്കി പറയുകയും ചെയ്തുവെങ്കിൽ ഈ വിശുദ്ധ ദിനം അതിരാവിലെ ഞങ്ങളുടേതായ നേട്ടങ്ങളും പാരമ്പര്യങ്ങളും വെച്ചു പുലർത്തുന്ന കീഴ്വഴക്കങ്ങളും അപ്പൻ കാണുമ്പോൾ ഞങ്ങൾ ഇതുവരെ വേണ്ടവണ്ണം അങ്ങയെ സ്വീകരിച്ചിട്ടില്ല എന്നുള്ളൊരു കുറവ് ഒരിക്കലും പറയാതെ വണ്ണം ഇന്ന് ഇതാ ഞങ്ങളെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കുന്നു. കേൾക്കപ്പെട്ട വചനപ്രകാരം ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. യഥാർത്ഥ മാനസാന്തരത്തിലേക്കും പുതുജീവനിലേക്കും ഞങ്ങളെ നയിക്കണമേ. ദൈവവചനം കേൾക്കുന്ന എല്ലാതിന്റെ മക്കളെയും അനുഗ്രഹിക്കണം. ഇന്നത്തെ ദിനം വിടുതലിന്റെ, അനുഗ്രഹത്തിന്റെ, നന്മയുടെ ദിനമായി ആയിരിക്കുന്ന ഇടങ്ങൾ ഞങ്ങളെ സൂക്ഷിച്ച് പരിപാലിക്കണമെന്ന് യേശു ക്രിസ്തു മൂലം അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമീൻ, ആമീൻ, ആമീൻ. പ്രിയ ദൈവമക്കളെ, ഇന്നത്തെ വാഗ്ദത്ത വചനം നമ്മുടെ ഹൃദയങ്ങളെ ശോധന ചെയ്യുവാനും ദൈവസന്നിധിയിൽ
പുനഃസമർപ്പണം ചെയ്യുവാനും ഇടയാവട്ടെ. അങ്ങനെ കർത്താവിനെ വ്യക്തിപരമായി രുചിച്ചറിഞ്ഞ് ദൈവകൃപ അനുഭവിച്ച് ഒരു സന്തോഷകരമായ ക്രിസ്തീയ ജീവിതം നയിപ്പാൻ ഇന്നത്തെ ദിനം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഒരുക്കുകയും അതിലൂടെ ദൈവരാജ്യത്തിന്റെ ഉടമകളായി കർത്താവിനോട് ചേർന്ന് യുഗായുഗങ്ങൾ നിത്യതയിൽ വസിപ്പാനും ഇടയാവട്ടെ. അതിന് നമ്മെ തന്നെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. കർത്തൃ ശുശ്രൂഷയിൽ നിങ്ങൾക്കൊപ്പം ബ്രദർ സന്തോഷ് കോടുകുളഞ്ഞി. God bless you all.